സാലിഹായ സന്താനം പ്രദാനം ചെയ്യണമേ എന്ന്. അപ്പൊ അതുകൊണ്ട് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നാം ശരിക്കും ചെയ്ത് അതിന്റെ അപ്പുറമാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അതിക്രമകാരികളും ഇഷ്ടപ്പെടുന്നില്ല. അതല്ലാതെ കണ്ട് നമ്മൾ സാധാരണക്കാരങ്ങൾ ഇതൊന്നും ചെയ്യാതെ കണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അതിക്രമമാണ്. അതിന് വിപരീതമായി പ്രവർത്തിച്ചാലും അങ്ങനെ തന്നെയാണ്. നമുക്കങ്ങ് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ കാസർഗോഡേക്ക് പോകുന്ന വാഹനത്തിൽ കയറിയിരുന്ന് നാഥാ തിരുവനന്തപുരത്തേക്ക് എത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിക്രമമാണത്. അബൂജഹലിന്റെയും അബൂലഹബിന്റെയും മാർഗത്തിൽ ജീവിച്ച് ഇതിനെ സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ വഴിയിലേക്ക് നയിക്കണമേ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അതിക്രമമാണ്, അത് പാടില്ല. അതുകൊണ്ട് നമ്മളെ പ്രവർത്തിച്ച് അപ്പുറം നമ്മൾ പ്രാർത്ഥിക്കണം. നാം ഇതാ ഒരു സമ്മേളനം നടത്തുന്നു ഇവിടെ. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ കലിമത്തുൽ തൗഹീദിന്റെ നിഅമത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെയും തന്നെ ഇതിന്റെ വിജയം നമ്മുടെ കഴിവനുസരിച്ച് നാം ചെയ്തു. റബ്ബാണ് എല്ലാം വിജയിപ്പിക്കുന്നത്, അതിനാണ് നാം ഭരമേൽപ്പിക്കുന്നത്. നമ്മളിതാ നമ്മുടെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഇറങ്ങി വന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിടെ തിരിച്ചെത്താനുള്ള ഒരു രക്ഷ നൽകാൻ അവനല്ലാതെ ആർക്ക് സാധിക്കും? ആര് നമ്മൾ രക്ഷപ്പെടുത്തും? അതുകൊണ്ട് തന്നെ നമ്മൾ അവനോട് പ്രാർത്ഥനാനിരതരായി വേണം പോകുവാൻ, പിരിഞ്ഞു പോകുവാൻ. വാഹനത്തിൽ കയറുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം അവനിൽ അർപ്പിച്ചതാണ്, എല്ലാം അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന ഏത് സമയത്തും എല്ലാം റബ്ബിൽ അർപ്പിതമായിരിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആവുകയുള്ളൂ. അല്ല, ഇലാഹ് ചെയ്യേണ്ട പണി ചെയ്യുന്ന ആരൊക്കെ ചെയ്യുന്നോ അത് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് നാം മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്, അള്ളാഹു പറഞ്ഞു റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വദഊഹു ഖൗഫൻ വതമാ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഈ ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുതേ. അത് ആദ്യം ഫസാദ് ഉണ്ടായി, ആ ഫസാദിൽ നിന്ന് രക്ഷ നൽകുവാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ മാതാപിതാക്കളെ ആദമിനെയും ഹവ്വയെയും പഠിപ്പിച്ചു. അവർ അത് രക്ഷ തേടി തൗബ ചെയ്തു, നന്നായി. ഇനി വീണ്ടും ആ പ്രാർത്ഥന അള്ളാഹുവിൽ നിന്ന് നടത്തിയെടുത്ത് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോയാൽ അവിടെയാണ് ഫസാദ്. ആ ഫസാദിന്റെ ഇസ്ലാഹാണ് നമുക്ക് ആദ്യമായി നിർവഹിക്കാനുള്ള ഇസ്ലാഹി പ്രവർത്തനം. അതുകൊണ്ടാണ് പറഞ്ഞത് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഈ ഇസ്ലാഹ് ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. വദഊഹു ഖൗഫൻ വതമാ. വീണ്ടും പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷയോട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ഭയത്തോടുകൂടി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോട് പ്രാർത്ഥിക്കുകയും. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബുൻ മിനൽ മുഹ്സിനീൻ. തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം നിഷ്കളങ്കരുടെ കൂടെയുണ്ട്, അടുത്തുണ്ട്. അതുകൊണ്ട് നിഷ്കളങ്കയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരുപാട് മതസംഘടനകളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാവിധക്കും നമ്മൾ എന്തെല്ലാം മുമ്പ് നന്മയുടെ കാര്യങ്ങൾ പറഞ്ഞുവോ അതെല്ലാം ഇന്ന് മറ്റുള്ളവർ ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ കാര്യമാവട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റു പരിഷ്കരണ പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാം ഇന്ന് നമ്മുടേതല്ലാത്ത മറ്റു വിഭാഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അനാഥാലയങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ പാടില്ല എന്ന് പറഞ്ഞവർ അനാഥാലയങ്ങൾ ഒരുപാട് നിർമ്മിച്ചു. മദ്രസകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ മദ്രസ ശരിയല്ല എന്ന് പറഞ്ഞവൾ ഞങ്ങൾക്ക് ഇന്ന് 10,000 മദ്രസകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷും മലയാളവും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഇന്ന് മുജാഹിദികൾക്ക് ഞങ്ങൾ വേണം ഇംഗ്ലീഷ് അധ്യാപകനെ പ്രദാനം ചെയ്യുവാൻ എന്നാണ് പറയുന്നത്, അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായി. പക്ഷേ അവിടെ എല്ലാം ഒരൊറ്റ വ്യതിരക്തത കാണേണ്ടത്, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി പ്രാർത്ഥനകൾ അള്ളാഹുവിൽ നടത്തിയെടുത്ത് മറ്റുള്ളവരിൽ കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിന്റെ കുരന്തരം പ്രയോഗിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയുമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുവാൻ, അതിനാണ് നമ്മുടെ പ്രവർത്തനം. അതോടുകൂടിയാണ് ബാക്കി എല്ലാ ഇസ്ലാഹും ഉള്ളത്. അതുകൊണ്ട് ഇസ്ലാഹിന്റെ തുടക്കം അവിടെ നിന്നാണ് നാം മനസ്സിലാക്കുക. ആ നിലയ്ക്ക് നിഷ്കളങ്കമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അത് വന്ന് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടം ഉണ്ടാകും. അവിടെയാണ് മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ലോക മുസ്ലിങ്ങൾ ഇന്ന് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം. എന്തുണ്ടാവണം? എവിടെയാണ് മാറ്റം ഉണ്ടാകാൻ സാധിക്കുക? അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയും രക്ഷയ്ക്ക് യാറങ്ങളാണ്, ഖബറിടങ്ങളാണ്. അള്ളാഹു അല്ലാത്ത രക്ഷകന്മാർ രക്ഷ തേടി പോകുന്നതാണ് മുസ്ലിങ്ങൾ കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് മാറ്റമായി നിൽക്കുന്നത് ഒരു ഹിജാസ് മാത്രം, സൗദി അറേബ്യ മാത്രമാണുള്ളത്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടെയാണ്. പരിശുദ്ധ കഅബ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി ഭൂമുഖത്തുണ്ടാക്കിയ ആരാധനാലയം അവിടെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഈ മഹാന്മാരുടെ ഖബറുകളൊന്നും കെട്ടിപ്പൊക്കിയിട്ടില്ല. അവിടെയെല്ലാം ആരാധന പ്രാർത്ഥന നടത്തുന്നില്ല, തീർത്ഥാടനങ്ങളൊന്നുമില്ല. അതിലേക്കെല്ലാം അവിടെ കൊണ്ടെത്തിക്കുന്ന സ്ത്രീവിശേഷം സംജാതമായപ്പോൾ അള്ളാഹു ഒരു പരിവർത്തനം ഉണ്ടാക്കി. ആ പരിവർത്തനത്തിലേക്ക് അന്ന് വന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചെറുപ്പക്കാരായിരുന്നു, കുറച്ച് യുവാക്കൾ.
യുവാക്കളുടെ പ്രവർത്തനമാണ് പെട്ടെന്ന് പരിവർത്തനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ യുവാക്കളുടെ കൂട്ടായ്മയായ പ്രവർത്തനം, അന്ന് ദിവ്യശക്തി ആരോപിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുമായും വഴിപാടുകളുമായും സമീപിച്ചിരുന്ന വൃക്ഷങ്ങൾ പോലും ഉണ്ടായിരുന്നു, ഈത്തപ്പനകൾ. അതിന്റെ വഴിപാടുകളും നേർച്ചകളും അർപ്പിക്കുന്നു. സന്താനങ്ങളില്ലെങ്കിൽ സന്താനങ്ങൾ നൽകുവാൻ വേണ്ടി അതിനോട് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു, കെട്ടിപ്പുണരാൻ ചെല്ലുന്നു. അത് മുറിച്ചു മാറ്റി വിപ്ലവം സൃഷ്ടിച്ച ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നേതൃത്വത്തിലുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. എതിർപ്പുകൾ ഒരുപാടുണ്ടായി, ബഹിഷ്കരണങ്ങൾ ഉണ്ടായി. അവസാനം മഹാസാമ്രാജ്യ ശക്തികളോട് എതിർത്തുകൊണ്ട് റബ്ബിന്റെ സഹായത്താൽ വിജയം നേടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ശരിക്കും അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ, ബാക്കി ഒന്നും ആരാധ്യനക്ക് അർഹതയില്ല. അത് വാക്കുകൊണ്ട് മാത്രമല്ല പ്രവർത്തനത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നോക്കായിരുന്നു, ഇന്ന് ആ നാട്ടിന്റെ ഭരണാധികാരി നമ്മുടെ ഭാരതത്തിൽ വന്നപ്പോൾ, ഇവിടെ നമ്മുടെ വന്നാൽ നമുക്കൊരു സംസ്കാരമുണ്ട്. ഏതെങ്കിലും നമ്മുടെ രാഷ്ട്രപതിയുടെ സമാധിയിൽ പോയി പുഷ്പചക്രങ്ങളും പൂമാലകളും ചാർത്തുക എന്നുള്ളത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. പക്ഷെ ഏതൊരു ഭരണാധികാരി വന്നാലും ആ സംസ്കാരം നിർവഹിക്കുന്നു. പക്ഷേ ഇജാസിന്റെ ഭരണാധികാരി സൗദി അറേബ്യയുടെ രാജാവ് ഭാരതത്തിൽ വന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിനോട് അത് പറഞ്ഞില്ല, നിങ്ങൾ ഗാന്ധി സമാധിയിൽ പോയി പുഷ്പചക്രം ചാർത്തണം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹം ഒരു മുസ്ലിമാണ്, ഏകദൈവ വിശ്വാസിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം, നമ്മുടെ ഭരണാധികാരികൾക്കറിയാം. അതുകൊണ്ട് തന്നെ അജ്മീറിൽ പോയി അവിടുത്തെ കബറിടത്തിൽ അദ്ദേഹം പുഷ്പചക്രം ചാർത്തുകയില്ല. നിസാമുദ്ദീൻ യാറത്തിൽ അദ്ദേഹം പൂമാല ചാർത്തുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗാന്ധി സമാധിയിലും പൂമാല ചാർത്തുകയില്ല എന്നറിയാം. പക്ഷേ നേരെ മറിച്ച് ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭരണാധികാരി വന്നാൽ ആദ്യം പോകുന്ന അജ്മീറിലാണെങ്കിൽ നിസാമുദ്ദീനാണെങ്കിൽ ഞാൻ ഗാന്ധി സമാധിയിൽ പൂമാല ചാർത്തുകയില്ല എന്ന് പറയാനുള്ള ധാർമ്മിക അവകാശം അദ്ദേഹത്തിനില്ല. കാരണം ബഹുദൈവാരാധന വർഗീയത കൊണ്ട് നേരിടേണ്ടതല്ലോ, ശിർക്ക് വർഗീയത അധിഷ്ഠിതമല്ലല്ലോ, അത് ആദർശമാണ്. അതുകൊണ്ട് ഈ തൗഹീദിന്റെ ഉൾക്കൊള്ളുക, അതാണ് നാം ചെയ്യേണ്ടത്. അതിൽ നിന്നെല്ലാം മാറി ഇന്ന് അവിടെ നിന്ന് മാറി ഏത് നാട്ടിൽ ചെന്നാലും ശരി, സന്ദർശനത്തിന് വേഗമാണോ ഏതെങ്കിലും ഒരു പുണ്യസ്ഥലം സന്ദർശിക്കാൻ വേണ്ടി യാത്രകളിൽ പോകാൻ വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചാൽ മതി, വേഗം വിസ കിട്ടാൻ ഏർപ്പാടാക്കണയാണ്. അങ്ങനെയാണ് ഇന്ന് മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം അവരിൽ നിന്ന് ഇല്ലാതെയായിരിക്കുന്നു, ശാപത്തിലേക്ക് പോയിരിക്കുന്നു. ഇതിൽ നിന്ന് മാറി രക്ഷകൻ പടച്ചു തമ്പുരാൻ മാത്രമേ ഉള്ളൂ, അവനാണ് രക്ഷകൻ. അതിലേക്ക് നമുക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് ഓടിയെടുക്കുകയും, അതാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് നമ്മൾ എത്താൻ സാധിക്കുക. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. ഇവിടെ ഈ ചെറുപ്പക്കാർ ഈ യുവാക്കളുടേതായ ഈ കൂട്ടായ്മ, ഈ ശക്തി, ഇതിന് ഈ ആദർശത്തിന് ശക്തി പകരുവാനായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി മനുഷ്യ കഴിവിന് അപ്പുറമുള്ള ജിന്നായാലും മലക്കായാലും സൂര്യനായാലും ചന്ദ്രനായാലും എന്ത് വസ്തുവായാലും ശരി, അതിനൊന്നും യഥേഷ്ടം നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് ഇലാഹിന് മാത്രം കഴിവാണ്. പേരെന്ത് പറഞ്ഞാലും ശരി, ഇലാഹ് എന്ന് പറയുന്നതിന് പകരം ഇലാഹിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാലോ, ഇലാഹ് എന്ന് പറയുന്നില്ല, ഇലാഹിന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ ഇലാഹാക്കാൽ എന്നല്ലേ. മുസ്ലിങ്ങളെ ഇലാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ തെറ്റുള്ളൂ എന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും അവിടെ വർഗീയത പറയും. നിങ്ങൾ നോക്കായിരുന്നു, അബൂബക്കർ ഹാജി അദ്ദേഹത്തിന് സന്താനങ്ങളില്ലാതെ പല സ്ഥലത്തേക്കും പുണ്യസ്ഥലത്തേക്ക് തീർത്ഥാടനങ്ങൾ നടത്തുകയും നേർച്ചകൾ വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അവസാനം എവിടുന്നും രക്ഷ കിട്ടാതായപ്പോൾ അദ്ദേഹം തീർത്ഥാടനം അദ്ദേഹം തുലാഭാരത്തിന് ശ്രീ ഗുരുവായൂരിലേക്കാണ് സമർപ്പിച്ചത്. അള്ളാഹു പരീക്ഷണം എന്നോണം സന്താനം നൽകി. കുട്ടിയെ കൊണ്ടുപോയി ഗുരുവായൂർ തുലാഭാരം നടത്തി. അബൂബക്കർ ഹാജി ഇസ്ലാമിന് പുറത്താണ് എന്ന് ഫത്വ ഇറക്കി. ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപെട്ടിരിക്കുന്നു ഫത്വ ഇറക്കി. എന്നിട്ട് ഷഹാദത്തിലും എഴുതി കൊടുത്തു. അബൂബക്കർ ഹാജി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഭാര്യയെ വീണ്ടും നിക്കാഹ് ചെയ്ത് കൊടുത്തു. എന്തേത് കാരണം? ഗുരുവായൂരപ്പൻ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നു. അവിടേക്ക് നേർച്ചയാക്കിയാൽ ഇസ്ലാമിന് പുറത്തു പോകുമോ? ഗുരുവായൂരപ്പന് നേർച്ചയാക്കിയാൽ പുറത്തു പോകുമെങ്കിൽ മമ്പറന്തങ്ങൾക്ക് നേർച്ചയാക്കിയാലും പുറത്തു പോകില്ലേ? എന്താ വ്യത്യാസത്തില്? വ്യക്തികൾ സൃഷ്ടികൾ എന്ന് നിൽക്കുന്നതാണ്. പ്രവർത്തനങ്ങളുടെ കർമ്മം അത് അവരുടെ അനുഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇത് വർഗീയത കൊണ്ട് നേരിടേണ്ടതല്ല, സാമുദായികത്തിൽ നേരിടേണ്ടത് ആദർശമാണ്. അള്ളാഹുലേക്ക് നാം അടുക്കുക, അതാണ് നാം ചെയ്യേണ്ടത്.